ഈ പട്ടുകാരനാണ് എന്റെ ജീവിതം വെച്ചത്. അയ്യോ സാറേ, സാറിനെ നോക്കിയല്ല ഞങ്ങൾ എറിഞ്ഞത്. അയ്യോ ചോര നിൽക്കുന്നില്ലല്ലോ, എന്താ ചെയ്യാ? ആ തുണിയിലും രക്തം പറ്റിക്കണ്ട. അയ്യോ സാറേ, അറിയാതെ പറ്റിപ്പോയതാ. വിഷമിക്കണ്ട, അബദ്ധം പറ്റിയാണെന്ന് മനസ്സിലായി. സാർ ഞങ്ങളുടെ കുടിലേക്ക് വരൂ, നല്ലോണം മരുന്ന് വെച്ചുതരാം. പറഞ്ഞു സാറേ, ഞാൻ സാറിന്റെ ഒരു പെങ്ങളാണെന്ന് വിചാരിച്ചോണ്ടാ മതി, എന്റെ കൂടെ വരണം. സാറേ, ഞങ്ങളൊക്കെ സാറിന്റെ ചേട്ടന്മാരുടെ കാര്യമാണ്. വാ സാറേ. എടാ ആ പാത്രം. സാറേ, ആ വെളുത്ത വണ്ടിയിൽ പോയവൻ ഒരു വഞ്ചകനാ. അവനെയാ ഞാൻ എറിഞ്ഞത്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ടേ ഒരു വേശ്യാലയത്തെ കൊണ്ട് വിറ്റവനാ. അവനെ ഞാൻ എറിഞ്ഞ് തെറ്റാണോ സാറേ? എറിഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. ആ അത് തന്നെ. ഇവിടെ തനിച്ചാണോ താമസം? അല്ല സാറേ, കൂടെ പിള്ളേരൊക്കെ ഉണ്ട്. എവിടെ പോയവന്മാര്? എടാ മടക്കൂ, തടിയാ പൊടിയാ. സാറേ, കുറച്ചു നേരം അകത്ത് വിശ്രമിച്ചോ, വേദന മാറിക്കിട്ടും. ഓ, വരണം സാറേ. വാ വാ. ഇരിക്കണം സാറേ. എന്താ സാറേ? ഈ ഫോട്ടോ എന്റെ അച്ഛന്റെയാ. എന്റെ അച്ഛനെ ഒരു മഹാഭാവി കൊല ചെയ്തു. ആ ദ്രോഹി കാരണം സാറേ ഞങ്ങളുടെ കുടുംബം താറുമാറായത്. അപ്പോ അമ്മ? എന്റെ അമ്മയും ചേട്ടനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി സാറേ. ഞാൻ പ്രേമിച്ച് ഒളിച്ചോടി പോന്നപ്പം ആരും അറിയാതെ ഈ ഫോട്ടോ കൊണ്ടുപോകുന്നതാ. ഞാൻ എവിടെയാണെന്ന് ഇന്ന് വരെ എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. കേട്ടോ സാറേ, ഈ കുടിലേ ഒളിച്ചു കഴിയാൻ പറ്റിയതാ. സാറ് കിടക്കണം. ആ സാറേ, ആ ഉടുപ്പും കഴിച്ചു തരണം. അത് അപ്പടി രക്തമാ സാറേ, ഞാൻ കഴിത്തരാം. പുള്ളിക്കാരൻ എഴുന്നേക്കുമ്പം ഈ കുടില് വിട്ട് പുറത്തൊന്നും പോകാതെ നോക്കിയോണം. ആ മനുഷ്യനോട് ഞാൻ എന്റെ കഥകളെല്ലാം പറഞ്ഞു പോയി. ഇയാൾ ചേട്ടനെ എങ്ങാനും കണ്ടുമുട്ടിയ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചേട്ടൻ അറിയും. അങ്ങനെയാണെങ്കിൽ അയാളെ പോകാതിരിക്കാൻ നല്ലൊരു വഴിയുണ്ട് ചേച്ചി. എന്താ? അയാള് വെള്ളം ചോദിക്കുമ്പോ അല്പം എലിപ്പാഷണം ഇട്ട് കലക്കിയാൻ കൊടുത്താൽ മതി. അയാളെ ജമ്മത്ത് അയാൾ മുറിവിട്ട് പുറത്തു പോകില്ല. മഹാഭാവി, ചുമ്മാ അല്ലടാ നിനക്ക് പൊക്കം വെക്കാത്തത്. എന്താ പോണേ? അമ്മേ, അച്ഛനെ കൊന്ന് ജയൻ ജയിച്ചാടിയമ്മേ. അവന്റെ അവസാനം തൂക്കുമരത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ദ്രോഹി എവിടെയുണ്ടെങ്കിലും ഈശ്വരൻ അവനെ വെറുതെ വിടില്ല മോനെ. ഇല്ലമ്മേ, അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇന്നു മുതൽ അതാണ് എന്റെ ജോലി. അയ്യോ വേണ്ട മോനെ, ഇനിയെങ്കിലും കണ്ടുകൊണ്ട് എനിക്ക് മരിക്കും. അമ്മ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അച്ഛനെ കൊന്നതിനോട് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. എന്റെ മോളെ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഇവനൊരു എടുത്തുചാട്ടക്കാരന്. നീയും കൂടി പറഞ്ഞ് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് സമാധാനപ്പെടുത്തണം.
സൂനം ചൂടുന്നു വാനം നിന്നട തൻ താളം ചാർത്തുന്നു ഓളം നീ എന്റെ പ്രാണനിൽ കുളിരലകൾ നെയ്യുന്ന നേരം കാതിൽ ചൊല്ലാൻ പുതിയൊരു കാര്യം കാതിൽ ചൊല്ലാൻ പുതിയൊരു കാര്യം ഞങ്ങൾ ഉറക്കമാണോ വിചാരിച്ചല്ലേ സാറേ? ഞങ്ങളെ പറ്റിച്ചെടുക്കാൻ പറ്റില്ല സാറേ. ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ട് പോകാൻ തുടങ്ങിയൊന്നുമല്ല. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്നാ അകത്തേക്ക് പോണം. ഇല്ല, എനിക്കിപ്പോ പോകേണ്ടത് പുറത്തേക്കാണ്. അത് നടക്കൂല സാറേ. പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മണൻ വരയിട്ട് കൊടുത്ത കഥ സാർ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാ സാറിന്റെ മുമ്പിൽ ഞങ്ങൾ അതുപോലെ വരയിടാൻ പോവാ. ധൈര്യം ഉണ്ടെങ്കിൽ സാർ കടന്നു നോക്കിയോ. എടാ പൊടിയാ വരയിടാ. ആ. വരയിടാൻ കമ്പൊന്നും കാണുന്നില്ലല്ലോ. ഇരിക്കൊന്നും വേണ്ട. സാറിന് ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു നോക്ക്. ഇവിടെ കോമാളികളെ, പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മണൻ ഇങ്ങനെ നിക്കറും പൊക്കി പിടിച്ചാണ് വരയിട്ടത്. ആ ഏതായാലും നിങ്ങളുടെ ലക്ഷ്മണൻ അമ്മണി, ഈ പിള്ളേരെല്ലാം അകത്ത് പോകാൻ പറ. ഇങ്ങനെ പതുക്കെ വലിയ ലക്ഷണമുണ്ട്. എന്താ സാറേ? അമ്മണി, ഞാൻ എന്റെ ഭാര്യയെ അന്വേഷിച്ചു വന്നവനാണെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. അവൾ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെങ്കിലും എനിക്ക് അവളെ കണ്ടുപിടിക്കണം. സാറിനെ പുറത്തുവിട്ടാൽ? അമ്മണി, നിന്റെ അച്ഛന്റെ ഫോട്ടോ കാണുന്നതിന് മുൻപ് വരെ ഞാൻ ഇവിടെ തങ്ങണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇനി നീ എന്നോട് പോകാൻ പറഞ്ഞാലും എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഈ പറഞ്ഞ സത്യമാണോ? തീർച്ചയായും. കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്താ സുഗുണ? ഞാൻ ആലുവയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന വഴി രമ താമസിക്കുന്ന വീട് മനസ്സിലായി. എവിടെ? മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലുണ്ട്. നീ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതിനെന്തിനാ കൊച്ചമ്മ വിഷമിക്കുന്നത്? നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചാൽ പോരെ. ആ നിമിഷം അവളെ ഇവിടെ പൊക്കിക്കൊണ്ട് വരില്ലേ? നീ ഞങ്ങളെ പറ്റിച്ച് കടന്നിട്ട് വലിയ റാണിയായിട്ട് ഇവിടെ കഴിയാണ് അല്ലടി. പിടിക്കണ അവളെ. എടി, പുറത്തേക്കിറങ്ങി വരാനാ പറഞ്ഞത്. വരുന്നോ അതോ ഞങ്ങൾ ഇതിനെ പിടിച്ചിറക്കണോ? ആ വള്ളിയോട്ടി പിടിക്കണം. ആർക്കാടാ വാതിലെ ഒട്ടി പൊളിക്കേണ്ടത്? നീയൊക്കെ ഏതാടാ? അവളോട് തന്നെ ചോദിക്ക്. അവളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. രമേ, ഇങ്ങോട്ട് ഇറങ്ങി വാ. രാജേട്ടാ, എന്നെ പിടിച്ചുകൊണ്ടുപോയി വേശ്യാലയത്തിൽ ഏൽപ്പിക്കാനാ ഇവന്മാര് വന്നിരിക്കുന്നത്. നേരാണോടാ? ഇവൾ ആരാണെന്നറിയാതെ താനെന്തിനാ ചൂടാകുന്നത്? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോകും. ഇവിടുന്ന് എന്നാലാണെന്ന് കാണട്ടെ. ഇത്ര അധികാരത്തോടുകൂടി സംസാരിക്കാൻ ഇവൾ ഇയാളുടെ ആരാ? ആരും ആയിക്കോട്ടെ, ഈ വീട്ടിൽ നിന്ന് നീയൊക്കെ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോണ്ട് പോയി നോക്ക്. ഇവിടെ പിടിച്ചെടുക്കണോ?